GM കോമേഴ്സിലേക്ക് സ്വാഗതം. അക്കൗണ്ടിങ് പഠിക്കാം. ഇപ്പം നമ്മൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ 3 ഇനം ടൈപ്പ് ക്യാഷ് അക്കൗണ്ട് പഠിച്ചു. ഒന്ന് സിമ്പിൾ ക്യാഷ് ബുക്ക്, ഇനി രണ്ടാമത്തേത് ക്യാഷ് ബുക്ക് വിത്ത് ക്യാഷ് ആൻഡ് ബാങ്ക് കോളംസ് ഓൺലി, ഇനി മൂന്നാമത്തേത് ക്യാഷ് ബുക്ക് വിത്ത് ബാങ്ക് ഡിസ്കൗണ്ട് ക്യാഷ് ബാങ്ക് ഡിസ്കൗണ്ട് കോളംസ്. ഇങ്ങനെ 3 ഐറ്റമാണ് നമ്മൾ പഠിച്ചത്. ഇത് മൂന്നും ഓരോ സ്ഥാപനത്തിൻ്റെയും ആവശ്യവും സ്വഭാവവും അനുസരിച്ചാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഒരു ചെറിയ സ്ഥാപനമാണ്, അവിടെ ക്യാഷ് ട്രാൻസാക്ഷൻസും മാത്രമേ ഉള്ളൂ, വേറെ ബാങ്കുമായിട്ട് യാതൊരു ഇടപാടും ഇല്ല. അങ്ങനെ വരുമ്പോൾ അവർക്കൊരു സിമ്പിൾ ക്യാഷ് ബുക്ക് ഉണ്ടാക്കിയാൽ മതി. ഏതൊക്കെ രീതിയിൽ ക്യാഷ് വന്നു, ഏതൊക്കെ രീതിയിൽ ക്യാഷ് ചിലവായി. അപ്പം അതിനുള്ള കറസ്പോണ്ടിങ് ക്യാഷ് ബുക്കിൽ എഴുതുക. ഇനി അതിന് തുല്യമായിട്ടുള്ള അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റം ഡെബിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റം ക്രെഡിറ്റും ചെയ്യുക. ജനറൽ ലെഡ്ജറിൽ അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ട്. ഇനി ബാങ്ക് ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ, ചില സ്ഥാപനങ്ങളിൽ അവർക്ക് ബാങ്കിലും പൈസയുണ്ട്, ഓഫീസിലും പൈസയുണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർ ചെയ്യുന്നത്, ക്യാഷ് ബുക്ക് ഒരു ബാങ്ക് കോളം കൂടെ ഓപ്പൺ ചെയ്യും. ആ ബാങ്ക് കോളം ഈ ക്യാഷ് ബുക്കിനോടുകൂടി ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എത്ര ക്യാഷ് വന്നു, ബാങ്കിൽ എത്ര ക്യാഷ്, കയ്യിലേക്ക് എത്ര ക്യാഷ് വന്നു, ബാങ്കിലേക്ക് എത്ര ക്യാഷ് വന്നു. ഇനി സെയിൽസ്, ക്യാഷ് സെയിൽസ് എത്രയുണ്ട്, ചെക്ക് വിറ്റതിന് ചെക്ക് കിട്ടിയത് എത്രയുണ്ട്, ഇനി നമുക്ക് ബാങ്കിൽ നിന്ന് എത്ര രൂപ നമ്മൾ എടുത്തു. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ക്യാഷ് ഏതൊക്കെ ഐറ്റത്തിന് ക്യാഷുകൾ നമ്മൾ ക്യാഷായിട്ട് കൊടുത്തു, ഏതൊക്കെ ഐറ്റത്തിന് ചെക്കായിട്ട് കൊടുത്തു. അപ്പം ഇങ്ങനെ നമുക്ക് അത് നോക്കുമ്പോൾ ഈ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇതിൻ്റെ ട്രാൻസാക്ഷൻസ് എല്ലാം കൃത്യമായിട്ട് അറിയും. ഇപ്പം ബാങ്കിൽ എത്ര പൈസ ആണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ബാങ്ക് കോളം നമ്മൾ ബാലൻസ് ചെയ്ത് നോക്കിയാൽ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും തമ്മിലുള്ള വ്യത്യാസമാണ് ബാങ്കിലുള്ള ക്യാഷ്. ഇനി ക്യാഷ് കോളം ആണെങ്കിൽ ക്യാഷ് കോളം ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കണക്ക് കൂട്ടി നോക്കുക. അപ്പം നമുക്ക് ആ വ്യത്യാസം കാണും, കയ്യിൽ എത്ര ക്യാഷ് ഉണ്ടെന്ന് അറിയാം. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഇനി അടുത്തത് ഉള്ളത് മൂന്നാമത്തെ ഒരു മെത്തേഡ്, ക്യാഷ് ബുക്ക് വിത്ത് ക്യാഷ് ബാങ്ക് ആൻഡ് ഡിസ്കൗണ്ട് കോളം. ഒറ്റ ക്യാഷ് ബുക്കിൽ തന്നെ ഈ 3 ഐറ്റവും വരവും ചെലവും നമ്മൾ എഴുതി പോവാണ്. ഡിസ്കൗണ്ട് ഐറ്റത്തിന് എത്ര കിട്ടി, ക്യാഷായിട്ട് എത്ര കിട്ടി, ബാങ്കിലുള്ള എത്ര പൈസ ബാങ്കിലുണ്ട്. ഇനി അതുപോലെ തന്നെ ഡിസ്കൗണ്ട് നമ്മൾ എത്ര കൊടുത്തു, ക്യാഷ് എത്ര കൊടുത്തു, ഇനി ബാങ്കിൽ എത്രയുണ്ട്. അപ്പം ഇതിൻ്റെ വ്യത്യാസം കാണുമെന്ന് നമുക്കറിയാം. ഇത് ഓരോ സ്ഥാപനത്തിൻ്റെ സ്വഭാവം അനുസരിച്ചിരിക്കും. ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ക്യാഷ് അക്കൗണ്ട് മാത്രമുള്ളെങ്കിൽ ഒരു ക്യാഷ് ബുക്ക് മാത്രം മെയിൻറ്റെയിൻ ചെയ്യാതെ, ബാങ്ക് ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ ആ ക്യാഷ് ബുക്കിനോടുകൂടി ഒരു ബാങ്ക് കോളം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇനി ഡിസ്കൗണ്ട് ട്രാൻസാക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്കൗണ്ട് കോളം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇത് അതോറിറ്റിയുടെ, ആ സ്ഥാപനത്തിൻ്റെ ചീഫ് അക്കൗണ്ടൻ്റ് ആണ് ഇത് എപ്രകാരം എഴുതണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിഷണറി പവറാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകങ്ങളുണ്ട്, ആ പുസ്തകങ്ങൾ നോക്കി ഇത് മനസ്സിലാക്കുക. അപ്പം അതിൽ പ്രധാനപ്പെട്ട സംഭവം ക്യാഷ് കോൺട്രാ എൻട്രി എന്താണ്, ഡിസ്കൗണ്ട് എന്താണ്, ക്യാഷ് എന്താണ്, ബാങ്ക് എന്താണ്. ഇതെല്ലാം ജേർണലിൽ നമ്മൾ എഴുതുന്ന കാര്യങ്ങളാണ്. ജേർണലിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇങ്ങോട്ട് മാറ്റിയെന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഇത് ഇനി ഓരോ സ്ഥാപനത്തിൻ്റെ സ്വഭാവവും അനുസരിച്ച്, ആവശ്യവും അനുസരിച്ച് ഏത് രീതിയിലുള്ള ജേർണൽ നമ്മൾ എടുക്കണം എന്ന് ചിന്തിച്ചാൽ. ജേർണൽ നമ്മൾ 8 ഗ്രൂപ്പായിട്ട് തിരിച്ചതിൻ്റെ ഒരു ഭാഗമാണ് ക്യാഷ് ബുക്ക്. അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും അടുത്ത ഇതിലേക്ക് നമുക്ക് കാണാം. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. GM കോമേഴ്സിലേക്ക് സ്വാഗതം. നമ്മൾ ക്യാഷ് ബുക്കിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അനലറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക് എന്ന പേരിൽ ഒരു സിമ്പിൾ ക്യാഷ് ബുക്ക് കൂടി പ്രചാരത്തിലുണ്ട്. അതിപ്പം എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു മോഡൽ കൂടെ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. അതായത് വലിയ സ്ഥാപനങ്ങളിലൊക്കെ ഈ ചെക്ക് വഴിയായിരിക്കും ട്രാൻസാക്ഷൻ മുഴുവൻ നടത്തുന്നത്. അപ്പം ബാങ്ക് വഴി ക്യാഷ് റിസീവ് ചെയ്യുന്നതും അതുപോലെ തന്നെ പേയ്മെൻറ്റും എല്ലാം ബാങ്ക് വഴിയായിരിക്കും. അപ്പം അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ചില ചെറിയ ചിലവുകൾ വരും. ഉദാഹരണത്തിന് പോസ്റ്റേജ്, സ്റ്റാമ്പ് വാങ്ങിക്കണം, സ്റ്റേഷനറി ഐറ്റംസ്, TA, ഇനി അലവൻസസ്,
മറ്റു പലതരത്തിലുള്ള എക്സ്പെൻസസ് ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ വന്നു കഴിയുമ്പോൾ അതിനൊക്കെ നമ്മൾ റെഡി ക്യാഷ് കൊടുക്കേണ്ടി വരും. അപ്പം അതിനങ്ങനെ നമുക്ക് ചെക്ക് കൊടുക്കാനായിട്ടത് സാധ്യമല്ല. കാരണം ഇപ്പോൾ നമ്മളൊരു പോസ്റ്റേജ് ഒരു 100 രൂപയുടെ പോസ്റ്റ് സ്റ്റാമ്പ് മേടിച്ചു കഴിഞ്ഞാൽ അതിന് ചെക്ക് കൊടുക്കുക പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസിൽ അത് സ്വീകരിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു ക്ലർക്ക്, ഒരു അക്കൗണ്ടിങ് ക്ലർക്ക് ഒരു ക്യാഷ് ബുക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ക്യാഷ് ബുക്കിൽ ഒരു ചെക്ക് മെയിൻ ക്യാഷ്യർ ഒരു ചെക്ക് കൊടുക്കും. ഉദാഹരണത്തിന് ഇവിടെ തന്നെ നോക്കിക്കൊടുക്കുക. ഈ എമൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞൊരു കോളം കണ്ടത്. ഇവിടെ മെയിൻ ക്യാഷ്യർ 1000 രൂപ ഒരു പെറ്റി ക്യാഷർ ഏൽപ്പിക്കുകയാണ്. പെറ്റി എന്ന് പറഞ്ഞാൽ സ്മോൾ എന്നുള്ള അർത്ഥമുള്ളൂ. ഒരു ക്യാഷ് വേറൊരു ചെറിയ ക്യാഷർ ഏൽപ്പിക്കുകയാണ്. ഈ 1000 രൂപ ഇയാൾ ചെക്ക് മാറിയിട്ട് 1000 രൂപ കൊണ്ടുവന്ന് ഓഫീസിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഓരോ ചിലവ് വരുമ്പോഴും അതിൽ നിന്ന് കൊടുക്കും. ഇപ്പോൾ ഇവിടെ തന്നെ 1000 രൂപ കിട്ടി ചെക്കായിട്ടാണ് അവിടെ ചെക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ എൻട്രി എഴുതി വെച്ചേക്കുന്നത് ക്യാഷ് അക്കൗണ്ട് അറ്റ് ബാങ്ക് അക്കൗണ്ട് എന്നാണ്. അതായത് ബാങ്കിൽ നിന്ന് 1000 രൂപ ഇവിടെ വന്നതെന്നാണ് എഴുതി വെച്ചത്. അപ്പോൾ പെറ്റി ക്യാഷ് ബുക്കിൽ 1000 രൂപ ഇവിടെ എഴുതി വെക്കും. അതാണ് ഇവിടെ വന്നേക്കുന്നത്. 1000 രൂപ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി 7-ാം തീയതി അദ്ദേഹം പോസ്റ്റേജ് കാശ് മുടക്കി. പോസ്റ്റേജ് മുടക്കിയെന്ന് പറഞ്ഞാൽ 200 രൂപയാണ് കൊടുത്തേക്കുന്നത്. പോസ്റ്റ് ചാർജ് ക്യാഷായിട്ട് കൊടുത്തു. അപ്പോൾ ഈ അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്കിൻ്റെ പ്രത്യേകത ഒരു ക്യാഷ് ബുക്കിൽ തന്നെ പല കോളംസ് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ടോട്ടൽ പേയ്മെൻറ്റ്, ട്രാവലിംഗ് അലവൻസ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ക്യാരിയേജ്, അതായത് കയറ്റിറക്ക് കൂലി, പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാഫാണ് ഇത് കേട്ടോ. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, TA, ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇങ്ങനെ ഓരോ കോളംസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യും. ഇത് ഇവിടെ ഇപ്പോൾ സൺട്രി എക്സ്പെൻസസ് എന്നാണ് ഈ എഴുതിയിട്ടേക്കുന്നത്. അപ്പം ബാങ്കിൽ നിന്ന് 1000 രൂപ കിട്ടിയപ്പോൾ അതിവിടെ എഴുതി വെച്ചു. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് എഴുതി 1000 എന്ന് ഇവിടെ എഴുതി വെച്ചു. എന്നിട്ട് 7-ാം തീയതി അപ്പം 1000 രൂപ ഇവിടെ വന്നതായിട്ടാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി അതായത് ഇവിടെ പറയുന്ന എമൗണ്ട് റിസീവ്ഡ് എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അത് ക്യാഷ് ബുക്ക് ഫോളിയോ ആണ്. ക്യാഷ് ബുക്കിൻ്റെ ഏത് പേജിലാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്? ലെഡ്ജറിലുണ്ടല്ലോ ക്യാഷ് ബുക്ക്, ആ ഫോളിയോ നമ്പറാണ് ഇവിടെ എഴുതുന്നത്. ഇനി നമ്മൾ 1-ാം തീയതി 1000 രൂപ കിട്ടി. അപ്പോൾ ഇവിടെ എമൗണ്ട് റിസീവ്ഡ് എന്നുള്ള ഈ കോളത്തിൽ എഴുതി വെച്ചു. പിന്നെ അതിൻ്റെ ക്യാഷ് ബുക്ക് ഫോളിയോ പേജ് ഇവിടെ എഴുതി വെച്ചു. ഇവിടെ ബാങ്കിൽ നിന്ന് കിട്ടി. 7-ാം തീയതി പോസ്റ്റേജ് കൊടുത്തു. പോസ്റ്റേജ് 200 രൂപ കൊടുത്തു കഴിഞ്ഞപ്പം നമുക്കതിന് രസീത് കിട്ടും. പോസ്റ്റൽ ഓഫീസിൽ നമ്മൾ പൈസ കൊടുക്കി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വൗച്ചർ വെക്കണം, അതിന് രസീത് കിട്ടും. അപ്പോൾ വൗച്ചറായിരിക്കും നമ്മൾ വെക്കുന്നത്. ഇവിടെ ആ വൗച്ചർ നമ്പർ ഇട്ടു, എന്നിട്ട് 200 രൂപ കൊടുത്തു. ഇനി പോസ്റ്റേജിൻ്റെ കോളത്തിൽ എഴുതി വെച്ചു. ഇനി രണ്ടാമത്തേത് സ്റ്റേഷനറിയാണ്. 10/1 സ്റ്റേഷനറി വാങ്ങിച്ചു. രണ്ടാമത്തെ വൗച്ചർ അതിന് 300 രൂപയാണ് ഇവിടെ കൊടുത്തത്. അപ്പം പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് എന്നുള്ള ഈ കോളത്തിൽ എഴുതി വെക്കണം. ടോട്ടൽ എമൗണ്ട് ആണ് കൊടുത്തത്. അപ്പം 7-ാം തീയതി 200 രൂപ കൊടുത്തു. അത് എന്തിനാണ് കൊടുത്തത്? പോസ്റ്റേജ് ആയിട്ട് കൊടുത്തു. ഇനി 10-ാം തീയതി 300 രൂപ കൊടുത്തു. അത് പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറിയുടെ കോളത്തിൽ എഴുതി വെച്ചു. അപ്പം ഇനി മൂന്നാമത്തേത് ട്രാവലിംഗ് അലവൻസ് കൊടുത്തു 15/1. അത് 100 രൂപയാണ് കൊടുത്തത്. അപ്പം അത് ട്രാവലിംഗ് അലവൻസ് കോളത്തിൽ എഴുതി വെച്ചു, ടോട്ടൽ കോളത്തിൽ എഴുതി വെച്ചു. ഇനി 20/1 അലവൻസ് കൊടുത്തു. അത് ആ വൗച്ചർ നമ്പർ 4-ാമത്തേതാണ്. അത് 100 രൂപയാണ് കൊടുത്തത്. എന്നിട്ട് അത് ട്രാവലിംഗ് അലവൻസ് കോളത്തിൽ എഴുതി വെച്ചു. ഇനി 25-ാം തീയതി പല വക ചിലവുകൾ ആയിട്ട് എഴുതി വെച്ചു. അതിനൊരു വൗച്ചർ, ആ വൗച്ചർ നമ്പർ 5-ആണ്. 200 രൂപ കൊടുത്തു. അത് പല എക്സ്പെൻസസ് എന്നുള്ള കോളത്തിൽ ഇവിടെ എഴുതി വെച്ചു. ഇനി അതായത് സൺട്രി എക്സ്പെൻസ് SC എന്നാണ് അവിടെ എഴുതി വെച്ചിരുന്നത്. സൺട്രി എക്സ്പെൻസസ് കോളത്തിൽ 200 എന്ന് എഴുതി വെച്ചു. അപ്പോൾ ഇവിടെ മൊത്തം നമുക്ക് ചിലവായത് 200, 300, 500, 700, 900 രൂപ ചിലവായിട്ടുണ്ട്. നമുക്ക് 1000 രൂപയാണ് മെയിൻ ക്യാഷ്യർ കൊടുത്തത്. അപ്പോൾ ഇത് 900 രൂപ ക്യാഷായിട്ട് ചിലവാക്കിയിട്ടുണ്ട്. അതെങ്ങനെയൊക്കെയാണ് ചിലവാക്കിയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ കോളം കൂട്ടി നോക്കിക്കോളും. ഇനി നമുക്ക് ഈ അക്കൗണ്ട് ഒരു മാസം കഴിയുമ്പോൾ ക്യാഷ് തീരുമ്പോൾ സാറിന് ഇത് മാസത്തിലൊന്നിന് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ 1000 രൂപയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പം 900 ചിലവായി. അപ്പം ബാക്കി എത്രയുണ്ട്? 100 ഉണ്ട്. അപ്പോൾ ക്ലോസ് ചെയ്യാനായിട്ട് ബൈ ബാലൻസ് CD 100 എന്ന് എഴുതി 1000 എന്ന് എഴുതി ഈ രണ്ട് സൈഡ് ഈക്വലാക്കി ഇവിടെ
എന്നിട്ട് ഈ 100 രൂപയല്ലേ ഇങ്ങോട്ട് ബ്രോഡ് ഡൗൺ ചെയ്തേ, അല്ല ക്യാരി ഡൗൺ ചെയ്തേ, അത് 1/2/2020 ടു ബാലൻസ് ബി ഡി എന്ന് എഴുതിയിട്ട് എമൗണ്ട്, ഈ എമൗണ്ട് റിസീവ്ഡ് കോളത്തിൽ ഇവിടെ എഴുതി വെച്ചു. ഇനി പുതിയതായിട്ട് ഒരു 900 രൂപയാണ് മെയിൻ ക്യാഷർ തന്നത്. കാരണം എന്ന് വെച്ചാൽ 1000 രൂപ വരെ ഇവിടെ സൂക്ഷിക്കാൻ നിയമമുള്ളൂ, ഇവിടുത്തെ നിയമം അനുസരിച്ച്. അപ്പം അങ്ങനെ 900 രൂപയുടെ പുതിയൊരു ചെക്ക് കൊടുക്കും. അതനുസരിച്ച് ചിലവായ കാശിൻ്റെ ചെക്ക് കൂടെ കൊടുക്കും. ഇപ്പോൾ എത്ര ബാലൻസ് ഉണ്ട് ഇവരുടെ കയ്യിൽ? 1000 രൂപയാണ്. ഈ 1000 രൂപയിൽ നിന്ന് ഈ ഫെബ്രുവരി 1 തീയതിയാണ് നമ്മൾ 100 രൂപ നമ്മുടെ കയ്യിലുള്ളത്. അന്ന് നമുക്ക് 900 രൂപയുടെ ചെക്കും കൂടെ കൂടി തന്ന് അങ്ങനെ 1000 രൂപ തികച്ച് പിരിക്കുകയാണ്. ഇനി ഓരോ ചിലവുകളും വരുമ്പോൾ ഇങ്ങനെ ഓരോ കോളത്തിൽ എഴുതി വെക്കും. ഇതിന് നമ്മളെ അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയും, ഇംപ്രസ്ഡ് പെറ്റി ക്യാഷ് ബുക്ക് എന്നൊക്കെ പറയും. ഇതിന് പെറ്റി ക്യാഷ് ബുക്ക് എന്നുള്ള അർത്ഥമുള്ളൂ. പെറ്റി എന്ന് പറഞ്ഞാൽ സ്മോൾ എന്നുള്ള അർത്ഥം. അപ്പോൾ ഇതിങ്ങനെ ചില സ്ഥാപനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ബുക്കുകൾ, പുസ്തകങ്ങളൊക്കെ നോക്കി ഇതിൻ്റെ മോഡൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളുക. ഇതിങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇത് ഓരോ സ്ഥാപനത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഏതൊക്കെ രീതിയിലുള്ള ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് അവർ തീരുമാനിക്കും, അത്രേ ഉള്ളൂ. അപ്പം 5ാമത്തെ സെക്ഷനായ ക്യാഷ് ബുക്ക് നമ്മൾ എല്ലാ സ്റ്റേജും കവർ ചെയ്തു. അപ്പോൾ അതിൽ സിമ്പിൾ ക്യാഷ് ബുക്ക് വിത്ത് ബാങ്ക് കോളംസ്, ക്യാഷ് ബുക്ക് വിത്ത് ബാങ്ക് ക്യാഷ് ഡിസ്കൗണ്ട് കോളംസ്, ഇനി അടുത്തത് പെറ്റി ക്യാഷ് ബുക്ക്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലും രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഉള്ള ഇതുണ്ട്. എൻ്റെ ഒരു മോഡൽ പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകങ്ങളൊക്കെ നോക്കി ഇത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇനി നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. ഇനിയും അടുത്ത ഒരു പോർഷനായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും GM കോമേഴ്സ് എന്ന ആ ചാനലിലൂടെ നിങ്ങൾക്ക് നൽകുകയാണ്. അതുപോലെ തന്നെ ഈ GM കോമേഴ്സിൻ്റെ അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജോർജ് മാത്യു എന്നാണ്. അതിൽ Gയും Mഉം ഇട്ട് ഒരു എംബ്ലം ഉണ്ട്. ആ എംബ്ലം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വേണം ഇതിൽ കയറാനായിട്ട്. അപ്പം എല്ലാവിധ വിജയാശംസകളും ഒരിക്കൽ കൂടി നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം. താങ്ക് യു.